പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റെടുത്തതിന് പിന്നാലെ പ്രതിപക്ഷത്തിന് പുതിയ ആയുധമാകുന്നു PR ഏജൻസി വിവാദം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷം പുതിയ വിവാദത്തെയും ഇതിനോട് ചേർത്ത് കെട്ടുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല അഭിമുഖത്തിലെ വിവാദ ഭാഗങ്ങളെങ്കിൽ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി. തൃശൂർ പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച, ഇക്കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്കും സർക്കാരിനും സംഘപരിവാർ ബന്ധമുണ്ടെന്ന ആരോപണം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം. PR ഏജൻസി വിവാദത്തോടെ ഈ ആരോപണം ശക്തമാക്കുകയാണ് നേതാക്കൾ. ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശിച്ചുള്ള വിവാദ ഭാഗങ്ങൾ PR ഏജൻസി നൽകിയതാണെന്ന് പത്രം വിശദീകരിച്ചെങ്കിലും ഏജൻസിയുടെ ഉദ്ദേശശുദ്ധിയെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യുന്നു. സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നതെന്നും VD സതീശൻ. ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ് മുഖ്യമന്ത്രിയിലെ നാവിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? തെറ്റാണ്, മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അഭിമുഖത്തിലെ വിവാദ ഭാഗം കൊടുത്തത് മുഖ്യമന്ത്രി തന്നെയെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിക്കും P ശശിക്കുമെതിരെ കടുത്ത വിമർശനം. അദ്ദേഹത്തിന്റെ തലക്ക് വെളിവില്ല എന്നാണ് എൻ്റെ അർത്ഥം. വെളിവുള്ള ഒരാൾ ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അകത്ത് ഓളിനോളാക്കി വെക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ, ബുദ്ധിസ്ഥിരതയുള്ള ആൾ ചെയ്യില്ല. അതാണ് പിണറായി വിജയൻ. ഏറെക്കാലമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ RSS ശൈലിയിലുള്ളതെന്നും നേരിട്ട് പറയാൻ മടിയുള്ളത് PR ഏജൻസിയെ കൊണ്ട് പറയിപ്പിച്ചെന്നും K മുരളീധരൻ. പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇത് കൂട്ടുകെട്ടിന്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ്. സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 8ഉം 10ഉം ഇരട്ടി കേസുകൾ വരൂലല്ലോ. വിവാദ അഭിമുഖത്തിൽ കലാപാഹ്വാനത്തിന് ഹിന്ദു പത്രത്തിനും PR ഏജൻസിക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. പിണറായി വിജയൻ PR വിജയനായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പരിഹസിച്ചു. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി തിരുത്തിയത് വോട്ട് ബാങ്കിന് ഭയന്നെന്നും സുരേന്ദ്രന്റെ കുറ്റപ്പെടുത്തൽ. മറ്റന്നാൾ മുതൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJP തീരുമാനം. 24 തിരുവനന്തപുരം.